അസ്സാം വലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. രാവിലെ എണീക്കുമ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പുറത്ത് പാല് വന്നിട്ടുണ്ടായിരുന്നു, വേഗം പോയി അതൊക്കെ എടുത്തിട്ട് വന്നു. ഇനി നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. പിന്നെ ലഞ്ചും കാര്യങ്ങളും എല്ലാം ഇന്ന് ഉണ്ടാക്കിയിട്ട് വേണം കേട്ടോ. ഇന്നലെ നമ്മൾ പുറത്തുനിന്നായിരുന്നല്ലോ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇന്ന് കുക്കിംഗ് ഒക്കെ ചെയ്യണം. ഞാൻ വളരെ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഗ്യാസ് ഇനിയും തീർന്നിട്ടില്ല. 25 ദിവസം കൊണ്ടൊക്കെ HP ഗ്യാസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് കമൻറ്റൊക്കെ കണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇനി വന്നിട്ടില്ല കേട്ടോ. 11-ാം തീയതി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയുള്ള ഓരോ ദിവസം ബോണസ് എന്ന് തന്നെ പറയാം കേട്ടോ. എൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അങ്ങനെ ഇതാ ചായ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പാല് വെച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇതുള്ളത് എനിക്ക് വലിയൊരു ആശ്വാസമായിട്ട് ഇപ്പോൾ ഞാൻ കാണുന്നത്. അങ്ങനെ ചായ റെഡിയായി, ചായ അരിച്ചെടുക്കുന്നുണ്ട്. കുറേ കമൻസ് വന്നിട്ടുണ്ട്, നമുക്ക് അതൊക്കെ വായിക്കാം അല്ലേ. ഇഡലി മാവ് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഉപ്പിടണോ? ഫ്രിഡ്ജിൽ എങ്ങനെ വെക്കണം ജിനി പറയണേ. ഫ്രിഡ്ജിൽ നമ്മൾ സാധാരണ വെക്കണ പോലെ വെച്ചാൽ മതി, ഫ്രീസറിലൊന്നും വെക്കണ്ട. നമ്മുടെ മാവിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഒരുപാട് ക്വാണ്ടിറ്റി നിങ്ങൾ മാവ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് 2 പോർഷനായിട്ട് തിരിച്ചിട്ട് ഒന്നിൽ ഉപ്പിടാണ്ട് നിങ്ങൾ വെച്ചാൽ മതി, ഒന്നിൽ ഉപ്പിട്ടിട്ട് വെച്ചാൽ മതി. യൂസ് ചെയ്യണതിൽ ഉപ്പിട്ടിട്ട് വെച്ചാൽ മതി. മറ്റേത് എയർ ടൈറ്റുള്ള എന്തെങ്കിലും കണ്ടെയ്നറിൽ അടച്ചുകൊണ്ട് വെച്ചാൽ മതി കേട്ടോ. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. ഒരു വൺ വീക്ക് വരെ എന്തായാലും 10 ഡേയ്സ് വരെയൊക്കെ എന്തായാലും മാവ് ഫ്രിഡ്ജിൽ ഇരിക്കും കേട്ടോ. നമ്മൾ പുളിപ്പിക്കാണ്ട് വെക്കണം കേട്ടോ, അല്ലാണ്ടിരുന്നാൽ ഒരുപാട് പുളിച്ചു പോകും. അപ്പോൾ അത് 2 പോർഷനാക്കി കഴിഞ്ഞാൽ ഒരു പോർഷൻ പുളിപ്പിക്കാണ്ട് വെച്ചാൽ മതി. നെക്സ്റ്റ് പോർഷൻ കഴിയുമ്പോഴത്തേക്കും അതായി കഴിഞ്ഞാൽ നമുക്കത് എടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിരിക്കും കേട്ടോ മാവ്. ഞാൻ പരീക്ഷിച്ച് വിജയിച്ചതാണ്. പക്ഷേ ഇപ്പോഴൊന്നും ഞാൻ അങ്ങനെ ആട്ടി വെക്കാറില്ല. എൻ്റെ മക്കൾക്ക് ഇഡലിയൊന്നും വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇഡലിക്ക് അത്രയും പൂതിയാകുന്ന സമയങ്ങളിൽ മാത്രമാണ് നമ്മൾ ആട്ടിയെടുക്കാറ്. പിന്നെ കമൻറ്റ് ബോക്സ് മൊത്തം ഇഡലിയും ദോശയും മാത്രമാണല്ലോ എന്നൊക്കെ കാണാറുണ്ട്. ഇടിയപ്പം ഉണ്ടാക്കാറുണ്ട്, പിന്നെ പുട്ടുണ്ടാക്കാറുണ്ട്, പിന്നെ പത്തിരിയൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ. സാൻഡ്വിച്ച്, പിന്നെ പാസ്ത, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെന്താണ്, വലൈക്കും അസ്സലാം പറയുന്നുണ്ട്. കറി ലീവ്സ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ കേടുവരില്ല. പിന്നെ ഉമ്മയും എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ ഇൻഷാ അല്ലാ. പിന്നെ എനിക്ക് അങ്ങനെ കറി ലീവ്സ് അങ്ങനെ എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത് നമ്മുടെ തൊടി മൊത്തം കറിവേപ്പിലയാണ്. ആരുടെയും കണ്ണ് വെക്കാണ്ടിരുന്നാൽ മതി. നമ്മുടെ റീൽസിലെ കുറച്ച് കറിവേപ്പില തരുമോ ചോദിക്കുന്നുണ്ട്. ഇവിടെ അടുത്തൊക്കെ ആണെങ്കിൽ ഞാൻ തരും കേട്ടോ. കറിവേപ്പിലേക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് എടുത്തിട്ട് പോകാം, അതൊരു പ്രശ്നമേ അല്ല. പറഞ്ഞാൽ മതി എന്ന് മാത്രം. നമ്മുടെ തൊടിയിലോട്ട് പെർമിഷൻ ഇല്ലാണ്ട് കയറുമ്പോൾ നമുക്കത് ഒരുമാതിരിയാണ്. വന്നിട്ട് പറഞ്ഞിട്ട് എടുത്തിട്ട് പോകണമെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല കേട്ടോ. ചില ആൾക്കാരുണ്ടല്ലോ മതിലൊക്കെ എത്തിയിട്ട് വലിച്ചിട്ട് പോകണതാണ്. അതൊക്കെ കാണുമ്പോൾ ഇവർക്ക് എന്താ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞൂടെ എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പിന്നെന്താ, അസ്സലാമു അലൈക്കും, എന്തൊക്കെ വർത്താനം? നല്ല വിശേഷമല്ലേ? ഡ്യൂട്ടിയിലാണ്, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഒന്നും കാണാണ്ട് വെറുതെ കമൻറ്റ് ഇട്ടിട്ട് അങ്ങോട്ട് പോവുകയാണോ? അതിൽ കറക്റ്റായിട്ട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് എന്തായാലും കേട്ടോ. പിന്നെ ഇഡലി എടുക്കുന്ന സ്പൂൺ ഒന്ന് നേരെ കാണിക്കുമോ? നെക്സ്റ്റ് വ്ളോഗിൽ എന്തായാലും കാണിക്കാം കേട്ടോ. ഹായ് ജീനി, ഹായ് മുത്തേ, ഹായ് ജീനിത്തോ എന്ന് പറയുന്നുണ്ട്. ഹായ് മുത്തേ. പിന്നെന്താണ്, ഹായ് ജിനി, ഐ എം ഫ്രം തെങ്കാശി എന്ന് പറയുന്നുണ്ട്. തെങ്കാശി പട്ടണമാണോ? സിനിമയല്ലേ അത്? സൂപ്പർ ചേച്ചി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. ഇത്ര ചൂടോടെ മിക്സി ജാറിലേക്ക് ഒരിക്കലും ഇടരുത്, ഭയങ്കര ഡേഞ്ചറാണ്. അത് നന്നായിട്ട് അറിയാം മുത്തേ, എന്നാലും അത് ചെയ്യും. എന്തിനാന്ന് എനിക്കറിയില്ല, ഞാനത് ചെയ്യാറുണ്ട്. ഒരു പ്രാവശ്യമായിട്ട് എന്തോ സംതിങ് പ്രശ്നം വന്നു, അതിനുശേഷം ഇനി ചെയ്യൂല എന്നൊക്കെ മൈൻഡിൽ വിചാരിച്ചതാണ്. പക്ഷേ പിന്നെയും ചെയ്യും. അത്രയും പ്രശ്നം വന്നാലേ നമ്മൾ ഇതൊക്കെ മാറ്റുള്ളൂ എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇനി ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ. വാച്ചും ബാഗും കണ്ടു, ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ എന്ന് കാണിക്കാൻ വേണ്ടി എടുത്തൊന്നുമല്ല, നമ്മളവിടെ വെയിറ്റ് ചെയ്യുകയാണെന്നുള്ളതിന് ജസ്റ്റ് ഒരു ഇത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ കുറേ ആൾക്കാരില്ലേ, അപ്പോൾ അവരിനെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കുറേ നാൾക്ക് ശേഷം ഉമ്മാനെയും ഉപ്പാനെയും കണ്ടപ്പോൾ സന്തോഷമായി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മുടെ പണികളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു. അയൻകുട്ടി രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളിലേക്ക്. അവനക്ക് എന്താ സുഭദ്ര മാച്ച് ഉണ്ട് ഇത്ര കേട്ടോ. ഞാനതിങ്ങനെ തിരിച്ചു പറയേ. അപ്പോൾ അവനിങ്ങനെ അതല്ല ജിനിമ ഇതാണ് എന്നൊക്കെ പറഞ്ഞുതരും. അപ്പോൾ നമ്മുടെ FBയിൽ എന്തൊക്കെ കമൻറ്റ്സ് വന്നിട്ടുണ്ട് നോക്കുക. കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട്, അതൊക്കെ എന്ന് കഴുകുക. ഞാൻ ഇവിടെ ലിക്വിഡാണ് കേട്ടോ അധികം യൂസ് ചെയ്യുക. എനിക്ക് ബാറുകൾ വലിയ ഇഷ്ടമല്ല, പക്ഷേ നല്ലോണം പത വരണമെങ്കിൽ ബാർ യൂസ് ചെയ്യണം എന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ജിനി, യു ആർ റിയലി വെരി മച്ച് പർട്ടിക്കുലർ ഇൻ യുവർ ലൈഫ് റൊട്ടീൻ, ട്രൈ ടു കീപ്പ് ഇറ്റ് അപ്പ്.
കറക്റ്റാണ് കേട്ടോ. എനിക്കൊരു റൊട്ടീൻ എനിക്ക് ഉണ്ടല്ലോ ടൈം മാനേജ്മെൻറ്റ് ടൈം അത് കറക്റ്റ് ടൈം ആയിരിക്കണം, ഇത് അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് വന്നിട്ടുണ്ട്. ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് ഞാൻ മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ഉള്ള എൻ്റെ ഫാമിലി മാത്രമാണെങ്കിൽ അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ 100% ഓക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഇതിലോട്ട് മേ ബി മക്കളുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ, ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം കേട്ടോ, വരുമ്പോൾ എൻ്റെ റൊട്ടീനായിരിക്കില്ല വരുന്ന ഒരാളുടെ റൊട്ടീന്. അപ്പോഴാണ് ഈ ഒരു ക്ലാഷ് അവിടെ വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടേതായ ഒരു സ്പേസ് നമ്മളെടുക്കുക, അവർക്ക് അവരുടേതായ സ്പേസ് അവർക്ക് എടുക്കാൻ അനുമതി കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മേ ബി ലൈഫ് കൂടുതൽ ബെറ്റർ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ മോനോട് എപ്പോഴും പറയും, മണ്ടത്തരാണോന്നൊന്നും അറിയില്ല, ഞാൻ ഇങ്ങനെ പറയും, കല്യാണം കഴിഞ്ഞാൽ കുറച്ച് കാലമൊക്കെ നമുക്ക് ഒന്നിച്ച് ജീവിക്കാം, അത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആവണതാണ് നല്ലത്. കാരണം എപ്പോഴും ഒരു സ്നേഹത്തോടെ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നല്ലത്, ബെറ്റർ. എല്ലാവരും അങ്ങനെയാണ് ഇപ്പോഴത്തെ ആൾക്കാർ ചിന്തിക്കാറ്, ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിക്കണത് എന്നൊക്കെ ഞാൻ അവനോട് പറയും കേട്ടോ. അത് കറക്റ്റായിട്ടുള്ള കാര്യമല്ലേ. പണ്ടത്തെ പോലെ കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ ഇപ്പോഴും ഉണ്ടെങ്കിൽ അത് ഭാഗ്യം എന്ന് പറയാം. പക്ഷെ അത് രസമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ രസമൊക്കെ തന്നെയാണ്, ഇല്ല എന്നല്ല. എനിക്കിഷ്ടമാണ് ബിഗ് ഫാമിലിയിൽ. പക്ഷേ ഇപ്പോഴത്തെ എന്നെ കൊണ്ട് പറ്റുമെന്നറിയില്ല, ബിഗ് ഫാമിലിയിൽ ജീവിക്കാൻ പറ്റുമെന്നറിയില്ല. ഞാൻ ജീവിച്ച് വളർന്ന് വന്ന ഒരാളാണ്. ഉമ്മാൻ്റെ വീട്ടിൽ 10 പേര്, ഉപ്പാൻ്റെ വീട്ടിൽ 7 പേര്. പണ്ട് ഞാൻ 9 പേര് പറഞ്ഞിട്ട് ഉപ്പ വിളിച്ച് ചീത്ത പറഞ്ഞു. ഞങ്ങൾ എത്ര പേരാണെന്ന് പോലും എനിക്കറിയില്ല, അല്ലേ ഡിബോധല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. ഇപ്പം ഞാൻ കറക്റ്റായി പറഞ്ഞു 7 പേര് കേട്ടോ. പക്ഷേ നമുക്കൊന്നും അതൊരു പ്രശ്നമൊന്നും ആയിരുന്നില്ല കേട്ടോ ആ സമയത്ത്. ഇനി ഉമ്മമാർക്കൊക്കെ ഉണ്ടായിരുന്നോ എനിക്കറിയില്ല. ഇനിയിപ്പോൾ നാളെ കോള് വരും, ഈ എന്തൊക്കെയാണ് വിളിച്ച് പറയണേന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഭയങ്കര ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന ഒരു കുട്ടിക്കാലം തന്നെയായിരുന്നു കേട്ടോ എനിക്കുണ്ടായിരുന്നത്. വഴക്കും ഒക്കെ ഉണ്ടാവും, കുട്ടികൾ തമ്മിൽ പല വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും ഒരു സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തക്കാളി ചട്നി അരയ്ക്കാൻ പോവാണ്, മുളക് ചട്നി അരച്ചിട്ടുണ്ട്. പിന്നെ ആരെ കൊണ്ടുപോയതാണ് ഹോസ്പിറ്റലിൽ, ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും മന്ത്ലി ചെക്കപ്പാണ് കേട്ടോ, അതിന് വേണ്ടി പോയതാണ് നമ്മൾ. പിന്നെ കൂടുതൽ ദിവസം ഇഡലി ദോശയാണല്ലോ മോളെ. അതെ ഇവിടെ അങ്ങനത്തെ ഒരു കൾച്ചറാണ്. നമ്മുടെ മലപ്പുറത്ത് കൂടുതൽ ദിവസങ്ങളിൽ നീർദോശ ഉണ്ടാക്കും, പുട്ടുണ്ടാക്കും. ആ ഒരു ഇതാണ് ഇവിടെ. ദോശ ഇഡലി ഇങ്ങനെ പോകുന്ന ഒരു സമ്പ്രദായമാണ്. ഏതൊരു വീട്ടിലും ഏതൊരു നാട്ടിലും അവർക്ക് നാഷണൽ കറി അല്ലെങ്കിൽ നാഷണൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും. അതാണ് കേട്ടോ ഇവിടെ ഇഡലി ദോശ എന്ന് പറയുന്നത്. അത് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ദിവസം ചമ്മന്തി ചട്നിയൊക്കെ ആകുമ്പോൾ നമുക്കത് ഹാപ്പിയാണ്, കഴിക്കാൻ ഓക്കെയാണ്. എന്നാലും കുട്ടികൾക്ക് ചപ്പാത്തി, പുട്ട്, ഇടിയപ്പം, പത്തിരി ഇങ്ങനെയൊക്കെയാണെങ്കിൽ പിള്ളേർ ഹാപ്പിയാണ് കേട്ടോ. പിന്നെ കുറേ ലൈക്കും ഹാർട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. പിന്നെ ജിനി സുഖമാണോ ചോദിക്കുന്നുണ്ട്. അതേ, സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ വീടിൻ്റെ ബാക്കിലുള്ള ആ ഒരു എന്താ പറയുക, ബിൽഡിങ് കാണിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നേ. ആ വീഡിയോയിൽ ആ ബിൽഡിങ് നിങ്ങൾക്ക് എടുത്തുകൂടെയെന്ന്. ഇനിയിപ്പോൾ അതിൻ്റെ ഓണറേറ്റ് വന്നിട്ടാണോ നമ്മളോടത് പറയണതെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കത് എടുക്കാൻ താല്പര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ കൊഞ്ചാതെ പറയൂ ഇത്താന്ന്. ഞാൻ കൊഞ്ചിട്ടാണോ സംസാരിക്കണത്? ആരെങ്കിലും ഒന്ന് പറയണം കേട്ടോ, ഞാൻ കൊഞ്ചിട്ടാണോ സംസാരിക്കണമെന്നുള്ളത് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പല രീതികളും ഭാവങ്ങളും ഒക്കെ വരും. മനുഷ്യ സഹജമല്ലേ. ഇനിയിപ്പോൾ ഇച്ചിരി കൊഞ്ചിയാൽ തന്നെ എന്താ, നിങ്ങളോടല്ലേ, വേറെ ആരോടും ഇല്ലല്ലോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടല്ലേ. അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല, ആവാൻ പോണേ ഉള്ളൂ. പണ്ടായിരുന്നു ഈ 30 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ പ്രായമായ സ്ത്രീകളാണ് എന്നുള്ളൊരു മൈൻഡ് ഏറെക്കുറെ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു അല്ലേ അത്. പക്ഷേ അതിനോട് അടുത്തടുത്ത് വന്ന് അതും കഴിഞ്ഞ് 35 ആയപ്പോഴാണ് ഇതൊന്നും ഒരു പ്രായമല്ല എന്നുള്ളൊരു തോട്ട് വരാൻ തുടങ്ങിയത് കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ ചെറുപയർ എടുത്ത് വെള്ളത്തിലിടുന്നുണ്ട്. ഞാൻ ചോറിന് പകരം ഇപ്പോൾ ചെറുപയറല്ലേ അധികം കഴിക്കാറുള്ളത്. പിന്നെ മഷ്റൂം എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ ചായയും ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ചായ വെക്കാൻ വേണ്ടിയിട്ടാണ്.
ഈസി കുക്കിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇനി കുറച്ചധികം പാത്രങ്ങളുണ്ട്. മഷ്റൂം ഉപ്പാക്ക് ബട്ടർ മഷ്റൂം മസാല ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് തന്നെ ഉണ്ടാക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ 2 ദിവസം മുന്നേ. അങ്ങനെ ഞാൻ ഇന്ന് അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ. ചിക്കനിലാണെങ്കിലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക, ഫിഷിലും ചെമ്മീനിലൊക്കെ ഇത് ഉണ്ടാക്കിയാൽ സൂപ്പറായിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ കുറേ അധികം പാത്രങ്ങൾ കഴുകാനുണ്ട്. ഇനി അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ. എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ജിനിത്താൻ്റെ പണി 10 മണിയാകുമ്പോഴേക്കും കഴിയുന്നു. 10 മണിയാകുമ്പോഴേക്കും അല്ലെങ്കിൽ 9 മണിയാകുമ്പോഴേക്കും കഴിയേണ്ട പണിയൊക്കെ ഉള്ളൂ വീട്ടിൽ. പക്ഷേ നമ്മൾ ഈ വീഡിയോസ് ഇങ്ങനെ എടുക്കണ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മാറി വെച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് കാരണം നമുക്ക് ഒന്നും കൂടെ ടൈം ആകുന്ന പോലെ നമുക്ക് ഫീൽ ആകും കേട്ടോ. പിന്നെ ഇന്നലെ നമ്മൾ വ്ളോഗ് ഇട്ടതിന് ശേഷം 2-3 കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൽ പറയാം കേട്ടോ. ഡയറ്റ് തുടങ്ങിയിട്ട് എത്ര ഡേ ആയി, എത്ര kg കുറഞ്ഞു, ലോ കാർബ്സ് ഡയറ്റ് അല്ലേ, പ്ലീസ് റിപ്ലൈ തായോ, ഞാനും സെയിം ഡയറ്റിലാണെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഡയറ്റ് തുടങ്ങിയിട്ട് 67 ദിവസമായിട്ടുണ്ട്. ഞാൻ ലോ കാർബ്സ് അല്ല, ഞാൻ കാർബ്സേ ഇല്ലാത്ത ഡയറ്റാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ 1 മാസം നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ പിന്നെ എനിക്കത് ശീലമായി. പിന്നെ ജിമ്മിൽ പോയപ്പോൾ ആദ്യത്തെ 1 വീക്ക് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അതും ശീലമായിട്ടുണ്ട്. ഇനി ഇങ്ങനെ തന്നെ കുറച്ചും കൂടെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരുപാട് ക്ഷീണമോ വേറെ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് ചോറ് കഴിക്കുക. അല്ലെങ്കിൽ കാർഡിയോ ചെയ്യേണ്ട ദിവസം ഉണ്ടെങ്കിൽ അന്നും കുറച്ച് ചോറ് കഴിക്കും കേട്ടോ. പക്ഷേ ഈ ഒരു ഡ്രസ്സിലൊക്കെ ഞാൻ കുറച്ച് ചബ്ബിയായ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാൻ ചബ്ബി ആയിട്ടില്ല, ഈ ഒരു ടോപ്പ് ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം മേ ബി. പിന്നെ നമ്മൾ തടി ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ അത് കണ്ട് ശീലമായാൽ പിന്നെ അത് നമുക്ക് ശീലമാവും. പിന്നെ ഞാൻ ഒരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും തടി കുറച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ വർക്കുകളൊക്കെ വേഗം ചെയ്യുകയാണ് കേട്ടോ. വാഷിങ്ങിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് തോരിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ കുറേ ഡ്രസ്സ് ഉണങ്ങിയിട്ടില്ല, കുറച്ച് ഡ്രസ്സ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഷീറ്റുള്ളത് ഭയങ്കര വലിയൊരു കാര്യമാണ്. ഇത് മാത്രമല്ല നമ്മുടെ മുകളിലും ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ മുകളിലും കൊണ്ടുപോയി ഉണക്കാൻ ഇടുമായിരുന്നു. കാരണം ഇക്ക വരുമ്പോൾ കൊണ്ടുവരുന്ന ഡ്രസ്സുകൾ ചിലപ്പോൾ അതൊന്നും ഉണങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ മുകളിൽ കൊണ്ടുപോയിട്ട് ഇടും. ഇപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല, മൂപ്പര് അവിടെ തന്നെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണോണ്ട് ഇപ്രാവശ്യം ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. സേലത്തു നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആളിപ്പോൾ. ഇനി മോൻ്റെ കോളേജിൽ പോകണം, മോനിക്ക് ചെറിയൊരു ചെക്കപ്പും കാര്യങ്ങളും ഉണ്ട്, അതിനും ഒക്കെ പോകണം കേട്ടോ. അപ്പോൾ ഫ്രൈഡേ ഒക്കെ മൊത്തം ബിസി ആയിരിക്കും. വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കും ഇൻഷാല്ലാ. അപ്പോൾ എന്തായാലും കഴുകിയ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ബോട്ടിലിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് ജിമ്മിലോട്ട് പോണതിന് മുമ്പ് തന്നെ വോയിസ് ഓവർ കൊടുക്കുക പറഞ്ഞിട്ട് വേഗം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നുകൂടിയും തിരക്കാവും, അതുകൊണ്ടാണ്. പിന്നെ എഗ്ഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിനെയൊക്കെ ഒന്ന് എടുത്തു. മഷ്റൂം കറിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഇവിടെ നന്നാക്കി കട്ട് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയുള്ളിയും തക്കാളിയും ഒക്കെ വേണം കേട്ടോ. ഇനി അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാം. എനിക്കും പൊതുവേ ഇപ്പോൾ നാടൻ മഷ്റൂമിനെക്കാട്ടിലൊക്കെ ഇത് ഇഷ്ടപ്പെടാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഞാൻ ഡയറ്റ് തുടങ്ങിയത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ എന്ത് തുടങ്ങിയാലും ഒരു 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്സ് ഒക്കെ നല്ലോണം ബുദ്ധിമുട്ടും കേട്ടോ. അത് ഇനി ഫാസ്റ്റിംഗ് ആണെങ്കിലും ശരി, ലോ കാർബ്സ് ആണെങ്കിലും കാർബ്സ് ഇല്ലാണ്ടാണെങ്കിലും ഒക്കെ അങ്ങനെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇഞ്ചി, വെളുത്തുള്ളി, വലിയുള്ളി, തക്കാളി ഇതെല്ലാം ഞാൻ നന്നാക്കി കട്ട് ചെയ്തിട്ട് ബട്ടറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പൂ ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇത്രയും ക്യാഷും എടുത്തിട്ടുണ്ട് കേട്ടോ. റിച്ചാണ് ഈ ഒരു സംഭവം. ഇത്രയും ക്യാഷൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അടച്ച് വെക്കുക കേട്ടോ. ആയ ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിൽ ചൂടാറിയ ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. എന്നെപ്പോലെ ഇങ്ങനെ കാണിക്കരുത് കേട്ടോ. ഞാനിങ്ങനെ കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ കാണിക്കരുത്, ഓക്കെ. അപ്പോൾ എന്തായാലും മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഞാനിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നല്ല പേസ്റ്റാക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പിന്നെ സെയിം പാത്രത്തിൽ തന്നെ കട്ട് ചെയ്ത മഷ്റൂമും ബട്ടറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെന്ത് വരട്ടെ, ഒന്ന് അടച്ചു വെച്ചാൽ മതി. പെട്ടെന്നായി കിട്ടണ കറിയാട്ടോ ഇത്, വലിയ പ്രയാസമൊന്നുമില്ല. ഇതുപോലെ അരച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇനി നമുക്ക് വെന്ത മഷ്റൂമിലോട്ട് 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല ഓപ്ഷനാണ് കേട്ടോ, പിന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ അടച്ച് വെക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിൽ ചേർക്കണമെങ്കിൽ ഇതിൽ ചേർക്കാം കേട്ടോ. ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്.
നമ്മൾ പിന്നെ ഈ മിക്സിയിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിയത് കൊണ്ട് വേറെ ചേർത്തിയിട്ടില്ല. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച്. ഇത്തിരി കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മസ്റ്റാണ് കേട്ടോ കസൂരി മേത്തി. അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്നുകൂടെ തിളക്കണം. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇളക്കി കൊടുത്തോട്ടോ, അടിയിൽ പിടിക്കാണ്ടിരിക്കാനാണ്. പിന്നെ ഫ്രഷ് ക്രീം ഞാൻ ഇവിടെ പാൽപ്പാട് എടുത്തേക്കുവാണ് കേട്ടോ, എടുത്ത് വെച്ചതാണ്, ഫ്രഷാണ്. പിന്നെ കുരുമുളക് പൊടിയും അതുപോലെ പാൽപ്പാടിയും ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ചുകൂടെ കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ, എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഇനി ഒന്നുകൂടെ തിളച്ച് വന്നു കഴിഞ്ഞാൽ സംഗതി സെറ്റാണ്. പൊറോട്ടയ്ക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ്. വെറുതെ കഴിക്കാൻ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും വിളമ്പിയിട്ട് വെറുതെ കഴിക്കാനും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അങ്ങനെ മഷ്റൂം വെച്ച ശേഷം നമ്മൾ നേരെ ചോറ് വെക്കാനുണ്ടായിരുന്നു കേട്ടോ. ചോറും മോരുകറി, പിന്നെ ചെറുപയർ വെക്കാം, സാലഡ് ഉണ്ടാക്കണം, അതുപോലെ മുട്ട പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. മഷ്റൂം കറി ഞാൻ ഈവനിങ്ങേ എടുക്കുള്ളൂ കേട്ടോ. ചപ്പാത്തിക്ക് ജിമ്മിന് പോണതിന് മുമ്പ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഹെവിനെസ് ഉണ്ടാവില്ല. ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ടൈം ഒന്ന് മാനേജ് ചെയ്ത് എടുക്കുന്നത്. എപ്പോഴും ധൃതി വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാനിപ്പോൾ ചെയ്യാറില്ല. പണ്ട് എനിക്ക് ധൃതി ഭയങ്കര കൂടുതലായിരുന്നു. ഇപ്പം ഞാൻ റിലാക്സ് ചെയ്തിട്ടാണ് ഓരോന്നും ചെയ്യുക. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും ഹെവി ആയിട്ട് ഫീൽ ചെയ്യാറില്ല കേട്ടോ. ചെറുപയർ കഴുകി കുക്കറിലാക്കി, ചോറ് അരി കഴുകിയിട്ടുണ്ട്, അതും കുക്കറിലാക്കി വെള്ളമൊഴിച്ച് അതിലോട്ടൊരു സ്പൂൺ ഇട്ടിട്ട് ഞാൻ രണ്ടും വേവിക്കാൻ വേണ്ടി വെച്ചു. ചോറ് ഞാൻ ഇതിൽ വെച്ചു, അലുമിനിയം കുക്കറായതുകൊണ്ട് ഗ്യാസിൽ തന്നെ വെച്ചു. മറ്റേത് ഞാൻ നമ്മുടെ സ്റ്റൗവിൽ വെച്ചു കേട്ടോ, ഈസി കുക്കിൽ വെച്ചു. അപ്പോൾ വെള്ളമൊഴിച്ച് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചെറുപയർ ബോയിലാക്കി എടുക്കുന്നത്. വേറെ ഒന്നും ചെയ്യുന്നില്ല, ബോയിലാക്കി ചെറുപയർ മാത്രമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ചു കൊടുത്തതിലോട്ട് കടുക്, ഉലുവ, ചെറിയ ജീരകം ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കർ ഇവിടെ വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റണം കേട്ടോ. ഇതിൽക്കൊരു 1/4 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയും തൈരും അതുപോലെ മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകവും നന്നായിട്ട് അരച്ചു കൊണ്ടുവരുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ. ഇനി നമുക്ക് ഈ ഉള്ളി ആയതിൽക്ക് ഈ മോരൊഴിച്ചു കൊടുക്കണം. ചോറിൻ്റെ വിസിലും വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ച് കൊണ്ടുവരണം കേട്ടോ. തിളപ്പിക്കുമ്പോൾ നമ്മൾ സ്പൂണ് ഇങ്ങനെ മാറ്റരുത്, പിരിഞ്ഞു പോകും. ഈ ഒരു ലെവലായിട്ടുണ്ട്. അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ സാലഡാണ്, ഞാൻ വെയിറ്റ് ലോസിന് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തത് ഈ ഒരു സാലഡാണ് കേട്ടോ. ഇതാവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ വയറ് പെട്ടെന്ന് നിറയും ചെയ്യും. പിന്നെ കുക്കുംബറല്ലേ, ഫാറ്റ് ലോസ് ആണ്. അപ്പോൾ ഞാൻ ഒരു കുക്കുംബർ ഫുള്ളായി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു തക്കാളിയും പിന്നെ 2 വലിയുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തന്നെ തൈര് വേണം. അപ്പോൾ കുറച്ച് പാക്കറ്റ് തൈര് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിലുണ്ടാക്കിയ തൈരും കൂടെ മിക്സ് ചെയ്തിട്ടാണ് സാലഡ് ഉണ്ടാക്കിയത്. കുറച്ച് പിങ്ക് സോൾട്ടൊക്കെയാണ് കേട്ടോ നമുക്ക് നല്ലത്. പക്ഷെ ഞാനിപ്പം ഇതന്നെ യൂസ് ചെയ്യാറുള്ളത്. അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് ഒന്നുകൂടി റിസൾട്ട് കിട്ടും. അങ്ങനെ വേഗം സാലഡൊക്കെ റെഡിയാക്കി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. നമ്മുടെ തൈരും അതുപോലെ ഈ സാലഡും കൂടെ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിലൊരു റെസിപ്പിയും കൂടി എന്താ പറയുക കാണിക്കുന്നുണ്ട്. പിന്നെ നിന്നുകൊണ്ട് തിന്നാൻ പാടില്ല. എന്താണ് ഞാൻ നിന്നുകൊണ്ട് തിന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ടേസ്റ്റൊക്കെ നിന്നുകൊണ്ട് നോക്കാറുണ്ട് കേട്ടോ. നമ്മൾ ചെറിയൊരു പൊട്ടൊക്കെ അല്ലേ വായിലിടുക, അപ്പോൾ അതൊക്കെ ഞാൻ നിന്നുകൊണ്ട് നോക്കാറുണ്ട്. അത്രയ്ക്കും ഞാൻ പങ്ക്ച്വാലിറ്റി ആയിട്ട് ഒരു സിപ്പ് വെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ ഞാൻ പോയി ഇരിക്കാറൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് വീട്ടമ്മമാരൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലാത്തവരും ഉണ്ടാവില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു വീഡിയോയും കൂടെ ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ, 20 മിനിറ്റ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേറെ എന്താണ് ഇനി പറയാനുള്ളത്? കുറച്ച് സ്പീഡ് കുറയ്ക്കുക, അപ്പോഴാണ് കാണാൻ രസം, ഞങ്ങൾക്കും ഇഷ്ടമാവലെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ നോക്കാം. ഞാൻ അതായത് 1 മിനിറ്റിൽ താഴെ ആക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് കേട്ടോ കുറച്ച് സ്പീഡ് കൂടുന്നത്. അപ്പോൾ ഞാൻ എത്ര ദിവസമായി ഡയറ്റ് തുടങ്ങിയിട്ടെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് 67 ദിവസമായിട്ടുണ്ട് കേട്ടോ ഞാൻ ഡയറ്റ് തുടങ്ങിയിട്ട്. അതുകൊണ്ടാണ്. പിന്നെ മൺചട്ടിയുടെ അടപ്പ് സെപ്പറേറ്റ് അല്ല കേട്ടോ, ഇതിലുള്ളത് തന്നെയാണ്. പിന്നെ വേറെ എന്താണ്, വേറെ മഴ ഇവിടെ ഇന്ന് കുറച്ച് കമ്മിയാണ്. ഇനിയിപ്പോൾ ഞാൻ ജിമ്മിന് പോകുമ്പോഴത്തേക്കും വരുമോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്.
അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലും FB പേജും ഇൻസ്റ്റാ പേജും ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാനിതാ വേഗം പോയിട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു, കുറേ കഴുകാനുണ്ടായിരുന്നു. അതുപോലെ ഇവിടേക്ക് ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റൗവൊക്കെ ഒന്ന് തുടക്കണം. നമ്മുടെ ഈ ഒരു തുണിയൊക്കെ ഒന്ന് നന്നായി ഒലുമ്പി പിഴിഞ്ഞെടുത്തിട്ട്, ഒലുമ്പി എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലേ, നമ്മൾ അവിടുത്തെ സ്ലാങ് ആണ് കേട്ടോ. പാലക്കാടുള്ളവർക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, എന്തായാലും അറിയണവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടേക്ക് ഒന്ന് വേഗം തുടച്ചെടുത്ത് ഇനി കുറച്ച് പാത്രം കഴുകിക്കഴിഞ്ഞാൽ സംഗതി നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം ഞാൻ അധികം വ്ളോഗ് എടുക്കാത്തത് എനിക്ക് അപ്പോഴും കൂടി വ്ളോഗ് എടുക്കാൻ വയ്യ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു ഫുൾ ഡേ വ്ളോഗ് എടുക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 40 മിനിറ്റൊക്കെ വരും. പക്ഷേ നമ്മളെ കൊണ്ട് നടക്കൂല കേട്ടോ ഫുൾ ഡേ വ്ളോഗ് എടുക്കൽ. അതുകൊണ്ടാണ്. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.